സഹജസമാധി പ്രോഗ്രാമിലേക്ക് ആൾക്കാർ കുറച്ച് ചോദ്യങ്ങളുണ്ട് പങ്കുചേരാൻ, അവർ എൻക്വയറി ചെയ്യുന്നതിലുള്ള. നോക്കൂ, ഒന്നാമത്തെ കാര്യം, സമാധിയിലേക്കൊക്കെ എത്തിയാൽ പിന്നെ കുടുംബജീവിതം പറ്റുമെന്നുള്ള ഒരു ചോദ്യമാണ്. നോക്കൂ, ആ തലങ്ങളിലൊന്നും നിങ്ങൾ ചിന്തിച്ചൊന്നും ആധ്യാത്മികതയിൽ എവിടെ എത്താൻ പറ്റില്ല. നോക്കൂ, വിചാരങ്ങൾ നല്ലതാണ്, പക്ഷെ അത് വികാരങ്ങളായി പോകുമ്പം ചില വ്യക്തികൾക്ക് ഭൗതിക തലത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം. പക്ഷെ ആത്മീയ തലത്തില് വികാരങ്ങൾക്കൊരു പ്രശസ്തിയില്ല. വിചാരങ്ങളാവാം, വികാരങ്ങൾ നമ്മളെ ആത്മീയപരമായി എവിടെ എത്തിക്കില്ല. അതൊരു പാപമാണ് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ. നമുക്ക് ഗുരുവിനോടുള്ള വിശ്വാസവും നമ്മുടെ മാർഗത്തിനോടുള്ള വിശ്വാസവും ഒക്കെ കൊണ്ട് ഒരു നമുക്ക് ഏറ്റവും ജീവിതത്തില് നമ്മുടെ ജീവൻ ഏറ്റവും ഉന്നതമായുള്ള ഒരു അവസ്ഥ സ്വന്തമാക്കുന്നതിനാണ് സമാധി എന്നൊക്കെ പറയുന്നത് തന്നെ. പിന്നെ പൊതുവെ നമ്മുടെ സമൂഹത്തിലുള്ളതാണ് ശിവന്റെ ആരാധനയെല്ലാം തന്നെ സന്യാസത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളത്. നോക്കൂ, സന്യാസം അത് വലിയൊരു കാര്യമല്ലേ. നമ്മൾ അവിടേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയല്ല, നമ്മൾ ഏറ്റവും ഉന്നത തലത്തിലെത്തുന്നതാണ്. അതിനൊക്കെ ഒരാൾ നിങ്ങളെ നിർബന്ധിക്കുന്നൊന്നുമില്ല സന്യാസിയാവണമെന്നോ. ഒരു ആത്മീയപരമായ സന്യാസം എന്ന് പറയുന്നിടത്തോ അല്ലെങ്കിൽ ജ്ഞാനികളായിട്ടുള്ളവരൊന്നും നിങ്ങൾ ഇതിലേക്ക് വാ എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനേ പറയുന്നുള്ളൂ. ചില നിങ്ങളുടെ ജീവന്റെ ഉള്ളിൽ സംഭവിക്കുന്ന അനുഭവം നിങ്ങളത് ഒന്ന് മനസ്സിലാക്കൂ, ജീവന്റെ എന്താ അവസ്ഥ എന്നുള്ളത്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ തിരുവണ്ണാമല വെച്ച് 15ഉം 16ഉമാണ് നടത്തുന്നത്. അതേപോലെ തന്നെ ഇവിടെ വരാൻ പറ്റാത്തവർക്കായിട്ട് നാട്ടിൽ വെച്ച് കാലടിയിൽ വെച്ച് കാഞ്ചിയുടെ മഠത്തിൽ വെച്ച് നമ്മൾ 20ഉം 21ഉം ദിവസങ്ങളിൽ നടത്തുന്നുണ്ട്. നമസ്കാരം.